പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ ഈശോ മിശിഹായുടെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബത്തിൻ്റെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്ത് നിന്ന് അടോട്ടുകൈ എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഈ കുഞ്ഞിന് വേണ്ടിയുള്ള സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവൾക്ക് ഇപ്പോൾ 5 വയസ്സുണ്ട്. 1.5 വയസ്സ് 2 വയസ്സായപ്പോൾ തൊട്ട് ഇവൾക്ക് സംസാരത്തിൽ വിക്കൽ അനുഭവപ്പെടാൻ തുടങ്ങി. ആദ്യമേ കുറച്ചേ ഉള്ളായിരുന്നു, പിന്നീട് കൂടി ഒട്ടും സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ വന്നായിരുന്നു. അമ്മ എന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അംഗൻവാടിയിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. പിന്നെ അവൾ അംഗൻവാടിയിലൊക്കെ പോകാൻ മടി കാണിക്കാൻ തുടങ്ങി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്പീച്ച് തെറാപ്പി ചെയ്യേണ്ടി വരും, ചില കുട്ടികൾക്ക് 3 വയസ്സാകുമ്പോൾ മാറും, അങ്ങനെ ചില കുട്ടികൾക്ക് വരുന്നതാണെന്ന് പറഞ്ഞു. ഇവൾക്ക് 3 വയസ്സായിട്ട് മാറിയില്ലായിരുന്നു. ഞങ്ങളപ്പോൾ TV-യിൽ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ച് ആരാധനയുടെ സമയത്ത് ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചു. അതേ ആഴ്ചയിൽ തന്നെ ഇവർക്ക് സൗഖ്യം കിട്ടുകയും സ്ഫുടമായി സംസാരിക്കും വിക്കൽ മാറുകയും ചെയ്തു. പേര് പറ. ജിയാറോസ് ജോമോൻ. എവിടുന്നാ വരുന്നെന്ന് പറഞ്ഞു? കാസർഗോഡ്. അലർജി രോഗം ഉണ്ടായിരുന്നു 2 പേർക്ക്. ഒരു ഭക്ഷണ സാധനങ്ങളും കഴിക്കത്തില്ല. പുറത്തു പോയാൽ പൊടി അടിച്ചാൽ പോലും പെട്ടെന്ന് ഇങ്ങനെ പുഴു കടിച്ച പോലെ ചൊറിഞ്ഞു തടിച്ചു വരുമായിരുന്നു. അത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അതും മാറി കിട്ടി. ഒരു പ്രാവശ്യം അഭിഷേകാഗ്നിയില് വട്ടായിലച്ചൻ പറഞ്ഞു കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ ഇത് നിറവേറി കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2 കുട്ടികളുടെ അലർജി രോഗം മാറി, കൊച്ചിന്റെ വിക്ക് മാറി. അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ അച്ഛൻ പറഞ്ഞനുസരിച്ച് കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു. ഈ 2 നിയോഗം കൊച്ചു നല്ല സ്ഫുടമായിട്ട് ജിയാറോസ്. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നിയുടെ സമയത്ത് ഈശോ വളരെ വ്യക്തിപരമായി കുടുംബങ്ങളിൽ ഇറങ്ങി വരുന്ന, വ്യക്തിപരമായി തൻ്റെ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഓരോരുത്തരും ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും വിശ്വാസവും അത്ഭുതങ്ങളായി മാറുകയാണ്. ഈ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികൾ, നിങ്ങളെ ഞാൻ പ്രത്യേക അഭിവാദനം ചെയ്യുകയാണ്. ഇൻഫൻസ്, ചിൽഡ്രൻ, സ്റ്റുഡൻസ്, യങ് അഡൾട്ട്സ്, യങ് പീപ്പിൾ, എവരിബഡി, എല്ലാവരും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് കുട്ടികളെ, യുവജനങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥിനികളുടെ മേൽ ധാരാളം കൃപകൾ ചൊരിയുന്ന സമയമാണ്. രോഗികൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ്, ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ പ്രവർത്തിക്കും. ഓരോ വചനങ്ങളും അത്ഭുതമാക്കി മാറ്റുന്നത്, ഓരോ ശുശ്രൂഷകളും കൃപകളാക്കി മാറ്റുന്നത്, ഓരോ പ്രാർത്ഥനകളും സൗഖ്യമാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. 2 കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ അവിടെ നിന്ന് പ്രവർത്തിക്കണമേ. എളിയ മക്കളുടെ കണ്ണുനീരിലേക്ക് ഇറങ്ങി വരണമേ. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പോലും അറിയാതെ വേദനിക്കുന്നവരാണ് ഞങ്ങൾ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. 2 കരങ്ങൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ സകല മക്കളും ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ശക്തിയോടെ ആരാധന, 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 ആരാധന. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. അഗ്നിയിൽ എന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ച് അഗ്നിയിൽ എന്നെ ഒരുക്കി വാക്കൂ പരിശുദ്ധാത്മാവേ. സന്തോഷത്തോടെ അഗ്നിയിൽ എന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയിൽ എന്നെ ഒരുക്കി വാക്കൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ.
വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ എളിയ മക്കളുടെ ഹൃദയവേദനകൾ ഏറ്റെടുക്കണമേ. പ്രാർത്ഥിക്കാൻ കഴിയാതെ വേദനിക്കുന്നവര്, വിശ്വസിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവര്, അനേക നാളുകളായി ദൈവത്തെ ഉപേക്ഷിച്ച് പോയവര്, ദൈവമേ വിശുദ്ധിയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും വിശ്വാസത്തിൽ വീണുപോയ സകല മക്കളെ സമർപ്പിക്കുന്നു. ജീവൻ നൽകണമേ, ശക്തി നൽകണമേ, കത്തി പടരണമേ പരിശുദ്ധാത്മാവേ. ഉൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ തീയായി മാറും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, സകല ഹൃദയങ്ങളെ സ്പർശിക്കണമേ. എന്റെ ഉള്ളിൽ തീയായി മാറും പരിശുദ്ധാത്മാവേ. അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ, വിശുദ്ധിയാൽ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ. അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ, വിശുദ്ധിയാൽ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 ശക്തിയുടെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, ഉണർവിന്റെ ആത്മാവേ, ജീവൻ നൽകുന്ന ആത്മാവേ, രോഗികളെ സുഖപ്പെടുത്തുന്ന ആത്മാവേ, വിശ്വാസം നൽകുന്ന ആത്മാവേ, സമാധാനം നൽകുന്ന ആത്മാവേ, ഇപ്പോൾ ഇടപെടണമേ, ഇപ്പോൾ ഇടപെടണമേ, ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യണമേ. കരങ്ങളെ ഉയർത്തി മക്കളെ ഇപ്പോൾ എളുപ്പപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ക്ഷീണങ്ങൾ മാറട്ടെ, മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, എല്ലാ അന്ധകാര പീഡകളും വിട്ടുപോകട്ടെ, ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തുക, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഉണർവിന്റെ അഭിഷേകം പറയട്ടെ. ഓ മന്ദത മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ആരാധന 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 ആരാധന. ശുശ്രൂഷകർ ഉണരട്ടെ, ദേശങ്ങൾ ഉണരട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ, യുവതിവാക്കന്മാർ ഉണരട്ടെ, മക്കൾ ഉണരട്ടെ, വിദ്യാർത്ഥികൾ അഭിഷേകം പ്രാപിക്കട്ടെ, ബാലിക ബാലന്മാരുടെ കൃപയുടെ ആത്മാവ് നിറയട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷം നിറയ്ക്കണമേ. എല്ലാ കുട്ടികളെയും വിദ്യാർത്ഥിനികളെയും പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഇപ്പോൾ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും കണ്ണുനീരും ഒപ്പിയെടുക്കണമേ പരിശുദ്ധാത്മാവേ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കുടുംബ ജീവിതത്തിൽ മക്കൾക്കുള്ള പ്രാധാന്യം. കുടുംബ ജീവിതത്തിൽ മക്കൾക്കുള്ള പ്രാധാന്യം. അതിനു മുമ്പ് ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതം ഒരു വിജയമായി മാറുന്നത് ദൈവം എങ്ങനെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ്. ഞാനൊരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ ദൈവ വചനമനുസരിച്ച് ക്രമപ്പെടുത്തണം. ഞാനൊരു കുടുംബനാഥനാണെങ്കിൽ കുടുംബനാഥൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ കുടുംബത്തെ ദൈവവചനമനുസരിച്ച് ക്രമപ്പെടുത്തണം. ഞാനൊരു ഇടവക വികാരിയോ ഞാനൊരു സംഘടനയുടെ നേതാവോ ഞാനൊരു ഉത്തരവാദിത്ത സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടവക, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രസ്ഥാനം,
എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ സംഘടന അല്ലെങ്കിൽ ആ സ്ഥാപനം ദൈവവചനം അനുസരിച്ച് ഞാൻ നടത്തിക്കൊണ്ട് പോകുമ്പോഴാണ് അതൊരു വിജയമായി മാറുന്നത്. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ അനേകം കുടുംബങ്ങൾ ഇന്ന് കണ്ണുനീരിലാണ്. നമ്മുടെ അനേകം ജീവിതങ്ങൾ ഇന്ന് പരാജയത്തിലാണ്. നമ്മുടെ സമുദായം തന്നെ ഇന്ന് വളരെ വലിയ കണ്ണുനീരും വളരെ വലിയ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് ശ്രവിക്കാതെ അവിടുത്തേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പരിശായി. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് ഞങ്ങൾ ശ്രവിക്കാതെ അവിടുത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഞങ്ങൾ ഉന്നതി പ്രാപിക്കാതെ നിലം പരിശായി, നിലം പറ്റി. അപ്പോൾ എന്തിനാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് നൽകുന്നത്? എന്തിനാണ് ദൈവം വചനം അയക്കുന്നത്? എന്തിനാണ് ഈ വചനപ്രഘോഷണങ്ങൾ? എന്തിനാണ് കർത്താവ് നമ്മളോട് വാക്കുകളിലൂടെ സംസാരിക്കുന്നത്, തൻ്റെ പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്നത്? അവിടുത്തെ വാക്കുകൾ കേട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നാം ഉന്നതി പ്രാപിക്കണം, നാം വിജയം വരിക്കണം. നാം നമ്മുടെ അധ്വാനങ്ങളിൽ ദൈവസന്നിധിയിൽ വിജയം വരിച്ച് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം നമുക്ക് വചനം അയക്കുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി തന്നെ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കുടുംബത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കുടുംബം ഒരു വിജയമാകാൻ, ദൈവസന്നിധിയിൽ നമ്മുടെ കുടുംബങ്ങൾ ഒരു വിജയമാകാൻ, കുടുംബങ്ങൾ ചേർന്ന് നമ്മുടെ സമൂഹം ഒരു വിജയമാകാൻ ദൈവം കുടുംബത്തിന് വേണ്ടി ധാരാളം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ദൈവവചനത്തിൽ. അതിൽ മക്കളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 4 വചനങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ 1-ാമത്തെ വചനം ഇതാണ്. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൽ 6-ാം തിരുലിഖിതം, ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. ദൈവത്തിൻ്റെ ഒരു വചനമാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, ഒരു ദേശം നശിപ്പിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ആ ദേശത്തൊരവസ്ഥയുണ്ടാവും. എന്താണ് അവസ്ഥ? പിതാക്കന്മാരുടെ ഹൃദയം മക്കളിൽ നിന്ന് അകന്നു പോകും. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് മക്കളോട് താല്പര്യമില്ലാതെ, വേറൊരു വാക്കി പറഞ്ഞാൽ മക്കൾ ജനിക്കുന്നത് ഇഷ്ടമില്ല, അധികം കുട്ടികളുണ്ടാകുന്നത് താല്പര്യമില്ലാത്തൊരു ഹൃദയം നമ്മുടെ ഉള്ളിൽ ഈ ലോകം രൂപപ്പെടുത്തിയെടുക്കും. അതുകൊണ്ട് കുടുംബങ്ങളിൽ കുട്ടികൾ ഒരു ഭാരമായി തോന്നാൻ തുടങ്ങും. കുട്ടികൾ അധികം വേണ്ട എന്ന ചിന്ത ദൈവവചനത്തിന് എതിരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ത്യകാലം അടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിലെ ചില അരൂപികൾ, ലോക അരൂപി നമ്മുടെ കുടുംബങ്ങളിൽ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ലോക അരൂപിയുടെ നിയമങ്ങൾ നമ്മുടെ കുടുംബത്തിൽ യാഥാർത്ഥ്യമാക്കും. ലോക അരൂപി നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കാൻ തുടങ്ങും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനെതിരായുള്ള മൂല്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ അത് നട്ടുപിടിപ്പിക്കും. അപ്പോൾ കൂടുതൽ മക്കളുണ്ടാകുന്നത് ഭാരമായി മാതാപിതാക്കൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതൊരു ബോധ്യം മാത്രമല്ല, അവർക്കങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അധികം കുട്ടികൾ സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അതുപോലത്തെ അന്തരീക്ഷം കുടുംബത്തിലെല്ലാവരിലും, പ്രത്യേകിച്ച് വല്യമ്മമാരിലും അമ്മായിമാരിലും എല്ലാവരിലും അത് അങ്ങനെ സംജാതമാകും. അതുകൊണ്ട് കുടുംബത്തിൽ കൂടുതൽ മക്കൾ ജനിക്കാൻ തുടങ്ങുമ്പോൾ അതിനെതിരെയുള്ള സംസാരം ആരംഭിക്കും, അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും, അതിനെതിരെയുള്ള മുറുമുറുപ്പ് ആരംഭിക്കും, അതിനെതിരെ ഇവരുടെ മനസ്സ് മടുപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ കുടുംബത്തിൽ ആരിലൂടെയെങ്കിലും സംജാതമാക്കും. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ കൃപ കർത്താവ് അങ്ങോട്ട് ചൊരിയും. വചനം അയച്ച് ദൈവത്തിൻ്റെ കൃപ അങ്ങോട്ട് ചൊരിയുമ്പോൾ മക്കളുടെ ഹൃദയം, പ്രത്യേകിച്ച് കുടുംബത്തിൽ മാതാപിതാക്കന്മാരുടെ ഹൃദയം മക്കളെ സ്വീകരിക്കാൻ വേണ്ടി അങ്ങോട്ട് തുറക്കും, ജീവന് വേണ്ടി അങ്ങോട്ട് തുറക്കും. എത്ര മക്കൾ കിട്ടിയാൽ സന്തോഷം തോന്നാൻ തുടങ്ങും. ആ മക്കൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ തോന്നും. ആ മക്കൾക്ക് വേണ്ടി ജോലി പോലും വേണ്ടെന്ന് വെച്ച് വീട്ടിലിരിക്കാൻ തോന്നും. ഞാൻ ഹൈദരാബാദിൽ ചെന്നപ്പോൾ ഒരു കുടുംബം അവിടെ വന്നൊരു അനുഭവം പറയുകയുണ്ടായി. എൻ്റെ പേര് റൂബിയാണ്. ഞാൻ ഹൈദരാബാദിൽ നിന്ന് മല്ലപ്പൂർ ഉള്ള സ്ഥലത്തു നിന്നാണ്. വിവാഹം കഴിച്ച് 5 വർഷമായിട്ട് പിള്ളേരുണ്ടാകുന്നില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭയങ്കര, എനിക്ക് വളരെ ഒരു ടെൻഷനും ഡിപ്രഷനും ഒക്കെ ആയിട്ട്, ഭയങ്കരമായ ഒരു സങ്കടം, ഒരു വിഷമം,
എൻ്റെ കൂടുതൽ ഡിപ്രഷൻ അവസ്ഥയായിരുന്നു എൻ്റെ മനസ്സിൽ. കൂടുതലുള്ള ആൾക്കാരുടെ അടുത്ത് പിള്ളേരെയൊക്കെ കാണുമെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് പിള്ളേരുണ്ടാവുന്നില്ലല്ലോ ദൈവമേ, ഇനി 5 ഉണ്ടാവുമോ? വർഷമായില്ല എൻ്റെ ഈശോയെ. നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവില്ല. മക്കളില്ലാത്ത ദമ്പതികൾ അച്ഛനോട് അവരുടെ സങ്കടം പറയുമ്പോൾ ശരിക്കും അവരുടെ ഹൃദയവേദന കൊണ്ട് അവരെത്ര കഷ്ടത്തിലാണെന്ന് നമുക്ക് അവരോട് സംസാരിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ശരിക്കും ഈ കുടുംബം അതുപോലെ മനപ്രയാസത്തിലും സങ്കടത്തിലും ആയിരുന്നു. അമ്മ പറ. പിന്നെ ഹസ്ബൻഡിനെ ഞാൻ കൂട്ടിക്കൊണ്ട് പല സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാൻ. പുള്ളിക്ക് അത്ര ആത്മീയായിട്ട് സ്ഥിതിയിലല്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട് അല്ലേ? അതെ, ഞാൻ മനസ്സിലാക്കി പുള്ളിനെ പല സ്ഥലത്ത് കൊണ്ടുപോവായിരുന്നു. പിന്നെ അത്ര ഒരു പ്രാർത്ഥന ഏറ്റിട്ടില്ല. 2011 അച്ഛൻ്റെ അഭിഷേകാഗ്നി ധ്യാനം ഞങ്ങൾ കൂടി ഇവിടെ നമ്മുടെ ഇവിടെ പണ്ട് അഭിഷേകാഗ്നി നടന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അതിനകത്ത് ഇവര് വന്ന് കൂടിയായിരുന്നു. എന്നിട്ട് അന്ന് ഞാൻ ആത്മാർത്ഥയോട് എല്ലാം നല്ലപോലെ പ്രാർത്ഥിച്ച് കരഞ്ഞ ദൈവമേ എന്ന് വിളിച്ച്, ദൈവമേ ഈ ഒരു കൊച്ചിനെ എനിക്ക് തന്നാലും ഞാൻ അട്ടപ്പാടി വന്ന് സാക്ഷി പറയുമെന്ന് പറഞ്ഞു. അന്ന് കരഞ്ഞ് കുറെ പേര് ഇങ്ങനെ ധ്യാനം കൂടി. പക്ഷെ അവരിങ്ങനെ ഒരു സാധാരണ പോലെ ഇരുന്നപ്പോൾ ഈ സഹോദരി ഇവരുടെ കുടുംബം കരഞ്ഞ് പറഞ്ഞു, എൻ്റെ ഈശോയെ ഒരു കൊച്ചിനെ തന്നാൽ ഞാൻ അട്ടപ്പാടി വന്ന് സാക്ഷി പറയുമെന്ന് പറഞ്ഞിട്ട് അവര് കരഞ്ഞ് പ്രാർത്ഥിച്ച്. പിന്നെ അതിന്റെ പിറ്റേ മാസം എനിക്ക് ഒരു നല്ല ഗുഡ് റിസൾട്ട് എനിക്ക് കിട്ടി. കൺസീവ്ഡ് ആയി. പിറ്റേ മാസം കൺസീവ്ഡ് ആയി, പോസിറ്റീവ് റിസൾട്ട് വന്നു. അതാണ് എൻ്റെ ഈ മൂത്ത കൊച്ചും പിന്നെ രണ്ടാമത്തെ പിന്നെ പുറകെ പിള്ളേര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയ്ക്ക് സന്തോഷമാണ്. അമ്മ ഭയങ്കര വളരെ സന്തോഷമാണ്. ഞാൻ ഇന്ന് 2 കുട്ടിയുടെ അമ്മയാണ്. ശരിക്കും സന്തോഷത്തിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഈ അമ്മ സന്തോഷം. എന്നെക്കാളും പ്രൗഡ് ഫീൽ എനിക്ക് ഒന്നുമില്ല. ഞാൻ എന്റെ ജോലി വരെ എന്റെ ഈ കൊച്ചുങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിച്ചു. ഈ കൊച്ചുങ്ങളെ നോക്കാൻ വേണ്ടി ജോലി പോലും ഉപേക്ഷിച്ചിട്ട് ഈ അമ്മ പൊന്നുപോലെ കുഞ്ഞുങ്ങളെ നോക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയ്ക്ക് കുഞ്ഞുങ്ങളുടെ വില മനസ്സിലായി. അതുകൊണ്ട് ജോലിയോ ശമ്പളം ഒന്നും അല്ല, എനിക്ക് എന്റെ കുഞ്ഞുങ്ങളാണ് വലുതെന്ന് പറയാം. അതാണ് കുടുംബത്തിന് വലിയ സ്ഥാനം കൊടുക്കണം. പല സ്ഥലത്ത് എനിക്ക് ജോലിക്ക് ദുബൈക്ക് വരെ ചാൻസ് കിട്ടി. പക്ഷെ ഞാൻ ഈ കൊച്ചുങ്ങളെ വിട്ടിട്ട് എനിക്ക് പോവാൻ മനസ്സ് തോന്നുന്നില്ല. അമ്മ പറഞ്ഞു, എന്റെ കൊച്ചുങ്ങളാണ് എനിക്ക് വലുത്, എന്റെ കുടുംബമാണ് എനിക്ക് വലുത്, എന്റെ കുടുംബവും എന്റെ കൊച്ചുങ്ങളും എന്ന് പറഞ്ഞ് ഈ അമ്മ അവിടെ കൊച്ചുങ്ങളെ നോക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജോലിയായിട്ട് കണക്കാക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി ജോലിയുള്ളൂ. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് രാജ്യങ്ങളിൽ കൊച്ചുങ്ങളെ നോക്കണത് അമ്മമാർക്ക് ഒരു വിഷയമല്ല. കൊച്ചുങ്ങളെ എവിടെ വേണമെങ്കിലും ഇട്ടിട്ട് ജോലി കിട്ടിയാൽ പോകും. അതല്ല ശരിക്കുള്ള രീതി. കൊച്ചുങ്ങളെ നോക്കണതാണ് കുടുംബം ഉണ്ടാകുക. കുടുംബത്തിലെ കാര്യങ്ങൾ കൊച്ചുങ്ങളെ നോക്കുക. അതാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും ആത്മസംതൃപ്തി ഉള്ളതും സ്വർഗത്തിൽ നിക്ഷേപം കിട്ടുന്നതുമായ ജോലി. അത് കഴിഞ്ഞിട്ടേ വേറെ ജോലികളുള്ളൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന, പിള്ളേരൊക്കെ കൂടി പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പിള്ളേര് നന്നായിട്ട് ഞാൻ പറയുന്ന പോലെ എല്ലാം അനുസരിക്കുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട് അവര്. അതാണ് മനസ്സിലാക്കുന്ന മക്കള്. അത് വേറൊരു വിഷയമാണ്. കുടുംബത്തിൽ 100% സന്തോഷം അല്ലേ? അതുകൊണ്ട് ദുബായ് അല്ല എവിടെ കിട്ടിയാലും അതിനേക്കാളും വലുതാണ് എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ വീട്ടിലെ അന്തരീക്ഷം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരന് കോടിക്കണക്കിന് രൂപ കിട്ടിയാലും അതിനേക്കാളും സന്തോഷമാണ് മക്കളെ നോക്കണത്. ഈ അമ്മയോട് ചോദിച്ചാൽ അമ്മ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും. അത്രയും ആത്മസംതൃപ്തി, ഹൃദയ നിറവ്, ദൈവീക ആനന്ദം ആ അമ്മ അനുഭവിക്കുകയാണ് കുടുംബത്തിൽ. എന്തിനാ കോടിക്കണക്കിന് സമ്പത്ത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് 127 സങ്കീർത്തനത്തിൽ 3 മുതൽ 5 വരെ വാക്യങ്ങൾ. അവിടെ വചനം പഠിപ്പിങ്ങനെയാണ്. 127 സങ്കീർത്തനം 3 മുതൽ 5 വരെ വാക്യങ്ങൾ. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിങ്കൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ മറ്റൊരു നിർദ്ദേശമാണ്
കല്യാണം കഴിക്കുമ്പോൾ 40-45 വയസ്സായിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കരുത്. എൻ്റെ പഠിപ്പ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കരുത്. എൻ്റെ ജോലി കിട്ടി, ശമ്പളം കിട്ടി, വീട് വെച്ചതിന് ശേഷം കല്യാണം കഴിക്കാമെന്ന് ചിന്തിക്കരുത്. ഞാനിപ്പം കല്യാണം കഴിച്ചാൽ എങ്ങനെ നോക്കും, അങ്ങനെ ചിന്തിക്കരുത്. അത് രണ്ടാമത്തെ സ്ഥാനമാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം നിശ്ചയിച്ചൊരു സമയമുണ്ട്, ദൈവം ആഗ്രഹിക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ആലോചനകൾ വരും, ആ സമയത്ത് സാഹചര്യം ഒരുങ്ങും, ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും. ആ യൗവന കാലത്ത് തന്നെ കല്യാണങ്ങൾ നടത്തണം. മാതാപിതാക്കന്മാർ തടസ്സം നിൽക്കരുത്. പഠിപ്പ് കഴിയട്ടെ, ജോലി കിട്ടട്ടെ, കടം വീടട്ടെ, വീട് വെക്കട്ടെ, സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറട്ടെ, അങ്ങനെ ചിന്തിക്കാൻ നിൽക്കരുത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവരുടെ അനുഭവം പറഞ്ഞു. അവരുടെ സ്നേഹത്തിൻ്റെ ഒരു കുടുംബം, അവർ 2 പേര് ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചു. അതിൽ ഒരു കൂട്ടുകാരി പഠിക്കുകയാണ്. ആ കൂട്ടുകാരിയുടെ കൂടെ പഠിച്ച കൂട്ടുകാരിയുടെ കല്യാണം കഴിച്ച് മൂത്ത മകൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും മറ്റേ കൂട്ടുകാരിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അത് പഠിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആ കൂട്ടുകാർ അവർ പറയുകയാണ്, എത്ര കാലം ഇപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യം തോന്നണില്ല. 40 കുറേ വയസ്സായിട്ടുണ്ടാവും. കാരണം പഠിച്ച് PhD കഴിഞ്ഞു, അതിന് ഡോക്ടറേറ്റ് എടുത്ത് ഗവേഷണം നടത്തി. ഇപ്പോൾ കല്യാണത്തോട് വലിയ ആഭിമുഖ്യം തോന്നുന്നില്ല. അനേക പ്രദേശങ്ങളിൽ ഇതൊരു വിപത്താണ്. ഒരുപാട് കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള സമയമുണ്ട്, കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള കാലമുണ്ട്, ആലോചനകൾ വരുന്ന സമയമുണ്ട്. അപ്പോൾ പറയില്ല, ഇപ്പം ഇല്ല, പിന്നെ ആട്ടെ, പഠിച്ചു കഴിയട്ടെ, ജോലി കിട്ടട്ടെ, വിദേശത്ത് പോകട്ടെ, വീട് വെക്കട്ടെ, കടം വീട്ടട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം ശരിയായി കഴിയുമ്പോൾ കല്യാണത്തിന് ആഗ്രഹമില്ലാതെയാവും, അല്ലെങ്കിൽ കല്യാണം നടക്കാതെയാവും. ഇത് അനേക സ്ഥലങ്ങൾ, അനേക കുടുംബങ്ങൾ, ഇതൊരു വിപത്താണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, യൗവന കാലത്ത് തന്നെ കല്യാണം നടത്തി, യൗവന കാലത്ത് മക്കൾ ജനിക്കട്ടെ, യൗവനകാലത്ത് മക്കൾ ജനിക്കട്ടെ. നമ്മൾ മരിക്കുന്നതിന് 2-3 തലമുറയെ കാണാൻ തക്കവണ്ണം കർത്താവ് കുടുംബങ്ങളിൽ കരുണയും കൃപയും ചൊരിയട്ടെ. സങ്കീർത്തന പുസ്തകത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരബല സമ്മാനം. കർത്താവ് തരുമ്പോഴാണ് കുടുംബത്തിൽ മക്കൾ ഉണ്ടാകുന്നത്. കർത്താവ് അനുഗ്രഹിക്കുമ്പോഴാണ് കുടുംബത്തിൽ മക്കൾ ഉണ്ടാകുന്നത്. കർത്താവ് അനുഗ്രഹിക്കുന്ന സമയത്താണ് കല്യാണങ്ങൾ നടക്കേണ്ടത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റരുതേ എന്ന് ഞാൻ ദൈവമക്കളെ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് എന്ന് പറഞ്ഞാൽ, മടുപ്പില്ലാത്ത നല്ല ഊർജ്ജസ്വലരായ നല്ല പുതിയ തലമുറ ഉണ്ടാകണമെങ്കിൽ യൗവനകാലത്ത് മക്കളുടെ കല്യാണങ്ങൾ നടക്കണം, യൗവനകാലത്ത് കുഞ്ഞുങ്ങൾ ജനിക്കണം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാരെ, മക്കൾ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും സമയമായിട്ടില്ല, പിന്നെയാട്ടെ, എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ച് കല്യാണം നീട്ടിവെക്കരുത്. യൗവനകാലത്ത് കല്യാണത്തിന് വേണ്ടി മക്കൾ ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അവരുടെ കാര്യങ്ങൾ കൂടി പരിഗണിച്ച് നാം ദൈവവചനപ്രകാരം കുടുംബങ്ങൾ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി നാം ദൈവവചനപ്രകാരം നമ്മുടെ മനസ്സ്, ഹൃദയം തുറന്ന് ദൈവത്തോട് സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ചിന്തിക്കാൻ കർത്താവ് 4 വചനങ്ങൾ നൽകിയിരിക്കുന്നത്. അതിൽ 3-ാമത്തെ വചനമാണ് ജെറമിയ 29:5. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്ക് മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. വേറൊരു വാക്കി പറഞ്ഞാൽ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനാ ചേതന ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ കുടുംബത്തിൽ സമ്പത്ത് ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ കുടുംബത്തിന് ആരോഗ്യം ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവവചനം പറയാണ്, നിങ്ങൾ വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. കല്യാണം കഴിക്കുമ്പോൾ ഉടനെ തന്നെ ആദ്യം എടുക്കേണ്ട തീരുമാനം നമുക്കിപ്പോൾ മക്കൾ വേണ്ട, 5 വർഷം കഴിഞ്ഞിട്ട് മതി എന്നുള്ളതല്ല. അത് തെറ്റായ ഒരു തീരുമാനം. അത് ദൈവവചനം അംഗീകരിക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം തരുന്ന സമയത്ത് നമ്മൾ മക്കളെ സ്വീകരിക്കണം. ദൈവം തരുന്ന സമയത്ത് നമ്മൾ അനുഗ്രഹം പ്രാപിക്കണം. അതുകൊണ്ട് നാം കല്യാണം കഴിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അതിൽ ഒരു വലിയ നിശ്ചയം, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ്. കുടുംബം ജീവന് വേണ്ടി തുറന്നു കൊടുക്കണം. ദൈവം അയക്കുന്ന ജീവന് വേണ്ടി കുടുംബം തുറന്നു കൊടുക്കണം. അതുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുകയാണ്, വിവാഹം കഴിച്ച് നിങ്ങൾ സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. നിങ്ങൾ കോടിക്കണക്കിന് സമ്പത്ത് നേടുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സന്തോഷം കുടുംബത്തിൽ ഉണ്ടാകും. നല്ല അനുഗ്രഹം, വലിയ ആനന്ദം കുടുംബത്തിലേക്ക് ഈ കുഞ്ഞുങ്ങൾ വഴി കർത്താവ് കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുക. നിങ്ങളുടെ മക്കളെയും സമയത്ത് കല്യാണം കഴിപ്പിക്കുക, അവർക്ക് മക്കളുണ്ടാകട്ടെ. അങ്ങനെ നിങ്ങൾ തലമുറകളെ കാണണം. കർത്താവിൻ്റെ ഒരു പദ്ധതിയാണത്. അതുവഴി ദൈവം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ അനുഗ്രഹിക്കും. ഇങ്ങനെ ധാരാളം മക്കൾ എന്തിനാ ഈ കുടുംബത്തിൽ ഉണ്ടാകുന്നത്?
അത് മറ്റൊരു വചനത്തിൽ നമുക്ക് ദൈവം അത് പ്രകാശം വീശുന്നുണ്ട്. 1 ദിനവൃത്താന്തം 25-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യമാണത്. 1 ദിനവൃത്താന്തം 25:5. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? സമൂഹത്തിൻ്റെ വിപത്തുകളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ ദൈവം സമൂഹത്തിലേക്ക് രക്ഷകരെ അയക്കും. വിപത്തുകളുടെ കാലത്ത് ഒരു കൈത്താങ്ങായി ദൈവം ശക്തിയുള്ള നേതാക്കന്മാരെ അയക്കും, പ്രവാചകന്മാരെ അയക്കും, ശുശ്രൂഷകരെ അയക്കും, ലീഡേഴ്സിനെ അയക്കും. അപ്പോൾ ആ ലീഡേഴ്സ് ജനിക്കാൻ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ അനുവാദം കൊടുക്കണം. 1 ദിനവൃത്താന്തം 25:5 വായിക്കുന്നത് എങ്ങനെയാണ്? ഇവയെല്ലാം രാജാവിൻ്റെ ദീർഘദർശിയായ ഹേമാൻ്റെ പുത്രന്മാരാണ്. ഹേമാനെ ഉന്നതനാക്കുന്നതിന് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് ദൈവം 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും അവന് നൽകി. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് പുത്രന്മാരെ കർത്താവ് കുടുംബത്തിലേക്ക് അയക്കുന്നത്? ഹേമാനെ ഉന്നതനാക്കുന്നതിന് കർത്താവ് അവന് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുത്രന്മാരിലൂടെയാണ്, പിൻതലമുറയിലൂടെയാണ് മാതാപിതാക്കൾ അനുഗ്രഹം പ്രാപിക്കുന്നത്. നമ്മുടെ കുടുംബം അനുഗ്രഹം നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ടോ, നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം കൊണ്ടോ, നമ്മൾ കൂട്ടിവെക്കുന്ന പിതൃസ്വത്ത് കൊണ്ടോ അല്ല നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കുന്നത്. മാതാപിതാക്കന്മാരെ അറിയണം, യുവതിവാക്കന്മാരെ അറിയണം. നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്നത് നമ്മൾ അധ്വാനിക്കുന്നതുകൊണ്ട്, നമ്മൾ നേടിക്കൂട്ടുന്നതുകൊണ്ട്, നമ്മൾ ശേഖരിച്ചു കൂട്ടുന്നതുകൊണ്ടൊന്നും അല്ല നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഹേമാനെ ഉന്നതനാക്കുന്നതിന് കർത്താവ് അവന് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും നൽകി. പിൻതലമുറയിലൂടെയാണ് മാതാപിതാക്കന്മാർ അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്നത്. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഈ സമയം മക്കൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. CNI വിശുദ്ധ കത്രീന ഒരു കാലത്ത് തിരുസഭ വളരെ സങ്കീർണമായി, ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ അതിസങ്കീർണമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ സമയത്ത് മാർപ്പാപ്പമാർക്ക്, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ തിരുസഭാധികാരികൾ ശക്തമായ സംരക്ഷണമായി, ശക്തമായ ബലമായി, ശക്തമായ ഉപദേശം നൽകി നിന്നിരുന്നത് CNI വിശുദ്ധ കത്രീനയാണ്. ആ വിശുദ്ധ കത്രീന കുടുംബത്തിലെ 25-ാമത്തെ കുട്ടിയായിരുന്നു എന്നാണ് പുസ്തകത്തിൽ, ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ആ മാതാപിതാക്കന്മാർ തയ്യാറായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ സഭയുടെ ചരിത്രം ഇന്നത്തെ ചരിത്രം ആയിരിക്കണം നിർബന്ധമില്ല. ഒരുപക്ഷെ ഇന്നത്തെ അന്തരീക്ഷം ഒന്ന് മാറിപ്പോയേനെ. എന്നാൽ ആ തക്ക സമയത്ത് ആ ഒരു നേതാവ്, ഒരു ആത്മീയ നേതാവ്, ഒരു ആത്മീയ ഗൈഡൻസ്, ഒരു ആത്മീയ വെളിച്ചം ആ കാലഘട്ടത്തിൽ CNI വിശുദ്ധ കത്രീനയിലൂടെ കർത്താവ് നൽകി. അതുവഴി സഭയ്ക്ക് മറ്റൊരു ദിശാബോധം ഉണ്ടായി. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ സമയം 2 കരങ്ങൾ ഉയർത്താം. കുടുംബത്തെ മാത്രമല്ല, സമുദായം, സമൂഹം, കുടുംബ സംഘടനകൾ, ഇടവകകൾ, സഭ അനുഗ്രഹം പ്രാപിക്കും, ദേശം അനുഗ്രഹം, രാജ്യം അനുഗ്രഹം പ്രാപിക്കുന്നത് മക്കളിലൂടെയാണ് എന്ന് ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അരാജകത്വങ്ങൾ ഉണ്ടാകുന്നത് ആ അരാജകത്വം നയിക്കാനുള്ള നേതാക്കന്മാർ ജനിക്കാതെ പോയത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. 2 കരങ്ങൾ ഉയർത്തി, ദൈവമേ ജ്ഞാനം തരണമേ, ദൈവമേ വെളിച്ചം തരണമേ, പരിശുദ്ധാത്മാവേ പ്രകാശം തരണമേ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ആരാധന, ആരാധന. ദൈവമേ, അന്ധകാരങ്ങൾ മാറട്ടെ, ദുർചിന്തകൾ മാറട്ടെ, എല്ലാ തരത്തിലുള്ള വികട സ്വഭാവങ്ങളും മാറട്ടെ. സാത്താൻ നൽകിയ ദുർചിന്തകളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറിപ്പോട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ആരാധന, ആരാധന. അഭിഷേകം നിറയട്ടെ, കൃപ നിറഞ്ഞ ചിന്തകൾ നിറയട്ടെ, കൃപ നിറഞ്ഞ ചിന്തകൾ നിറയട്ടെ, ദൈവവചന അഭിഷേകം നിറയട്ടെ. ഗ്ലോറി, ഗ്ലോറി. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു ദിവ്യകാരുണ്യ ആശീർവാദം ഇപ്പോൾ നൽകാൻ പോവുകയാണ്. 2 കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കാം. സാത്താൻ കബളിപ്പിച്ച് വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം കൃപ നിറയും. ഈ സമയം സമാധാനം തന്ന് കർത്താവ് പുതിയ വഴികളിലൂടെ കൈപിടിച്ച് നടത്താൻ തുടങ്ങും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കർത്താവെ കൃപ തരണമേ, കർത്താവെ അഭിഷേകം തരണമേ, കർത്താവെ സ്നേഹം തരണമേ, കർത്താവെ സൗഖ്യം തരണമേ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയേ കൃപ തൂകണേ, ഈശോയേ കൃപ തൂകണേ, ഈശോയേ ഈശോയേ കൃപ തൂകണേ,
ഈശോയേ കൃപ തൂകണേ ഈശോ